ഇന്ന് നമ്മുടെ ചതുരപ്പയറിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചതുരപ്പയർ കായ്ച്ചിട്ടുണ്ടായിരുന്നു. പന്തലിൽ ഇല കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് തൂങ്ങുന്നില്ല, താഴോട്ടേക്ക് തൂങ്ങി നിൽക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും എല്ലാം പറിച്ചെടുത്തു. ഫ്രണ്ടിലും അത്യാവശ്യം നല്ലോണം കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതേപോലെ മുകളിൽ കയറിയോണ്ട് കുറച്ച് പണിപെട്ടിട്ടാണ് പറിച്ചെടുത്തത്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമ്മൾ ചതുരപ്പയർ പറിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ എന്ന് പറയുന്നത് കുറച്ച് മാത്രമേ, ഇങ്ങനെ പന്തലൊന്നുമില്ല. ഇത് നമുക്ക് പുറകിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് കുറേ പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പായിട്ട് ഞാൻ 2 തവണ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചതുരപ്പയർ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 3 ദിവസം നമുക്ക് വറക്കാനുണ്ടാകും കേട്ടോ. നമ്മളിങ്ങനെ നട്ടിട്ട് വിളവെടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. കാരണം നമ്മളെ കൈകൊണ്ട് നട്ട് നമ്മളിങ്ങനെ സ്വയം വിളവെടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് വാക്കുകളില്ല, വാക്കുകൾക്ക് അതീതമാണ്. ഇത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വിളവെടുത്തതാണ്. കണ്ടില്ലേ, ഒരു മുറം നിറയെ നമുക്ക് പയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം നമ്മൾ ആവശ്യത്തിനെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും, റിലേറ്റീവ്സിനും അതേപോലെ അയൽവാസികൾക്കൊക്കെ കൊടുക്കലാണ് പതിവ്. ഒരു സന്തോഷമല്ലേ അല്ലേ? അപ്പോൾ ഒരു പയറിൻ്റെ വിത്തിൽ നിന്നാണ് ഇത്രയും പയർ നമുക്ക് കിട്ടുന്നത്. പിന്നെ 2 തൈകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇഷ്ടംപോലെ പയർ നമുക്ക് കിട്ടും. ഇനിയും നമുക്ക് ധാരാളം കിട്ടും കേട്ടോ. ഭയങ്കര സന്തോഷം.